ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചീരല കറിയാണ്. ചീരല കൊണ്ടുള്ള ദോശയ്ക്കുള്ള ഒരു അടിപൊളി കറിയായിട്ടാണ് കേട്ടോ. ചീരല ശരീരത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ചീരലയ്ക്ക് ദോശയ്ക്ക് പറ്റിയിട്ടുള്ളൊരു കറി എങ്ങനെ ഉണ്ടാക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ചെറിയ ഉള്ളിയോ അല്ലെങ്കിൽ സബോളയോ കുറച്ച് എണ്ണയിൽ നല്ല പോലെ വഴറ്റിയെടുക്കുക. കറിവേപ്പില ഇടുക. നല്ല പോലെ വഴന്നു വരുമ്പോൾ നമുക്ക് ഇടിച്ച മുളക് പൊടി ചേർക്കാം. ഓരോരുത്തരുടെ എരിവിന് ആവശ്യത്തിനുള്ള ഇടിച്ച മുളക് പൊടിയാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഇവിടെ എരിവ് ഇച്ചിരി കുറവാണ് ഇഷ്ടം, അതുകൊണ്ട് കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുള്ളൂ കേട്ടോ. നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ഒരു ടീസ്പൂൺ മുളക് പൊടിയൊക്കെ ചേർക്കുക, ഇടിച്ച മുളക് പൊടി. അത് കഴിഞ്ഞ് ചീര അരിഞ്ഞ് വെച്ച ചീര ഇതിനകത്തോട്ടിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ഒരു ഗ്ലാസ് നിറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ. അടിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, പിന്നെ കുറച്ച് ഉപ്പും ഇട്ട് ഇളക്കി യോജിപ്പിച്ച് നല്ലപോലെ തിളയ്ക്കുമ്പോൾ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. ഒരു 10 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കണം. നല്ല സ്മൂത്തായിട്ട് വേവണം കേട്ടോ. വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിനി അടുത്ത ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ ദോശമാവാണ്. 2 വലിയ സ്പൂൺ ദോശമാവ് വെള്ളത്തിൽ കലക്കി നമ്മൾക്ക് ആ കറിയിലോട്ട് ഒഴിക്കാം. കറിയിലോട്ട് ഒഴിച്ച് ഒന്ന് തിളച്ച് വരുമ്പോൾ കുറുകി വരും. അതായത് ഗ്രേവി ഒന്ന് കട്ടിയാവാനാണ് ദോശമാവ് ചേർക്കണം കേട്ടോ. കോൺഫ്ലവർ വേണമെങ്കിൽ അതും ചേർക്കാം, അല്ലെങ്കിൽ ദോശമാവ് മാത്രം ചേർത്താൽ മതി. എന്നിട്ട് പിന്നെ നമ്മൾ ഒഴിക്കേണ്ടത് ഇപ്പോൾ ക്രീം അല്ലെങ്കിൽ ഒരു 1/4 ഗ്ലാസ് പാൽ. ക്രീമാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റാണ്, പാലിൻ്റെ ക്രീം. അല്ലെങ്കിൽ 1/4 ഗ്ലാസ് പാൽ ചേർക്കുക. പാൽ ചേർത്ത് കുറുകി വരുമ്പോൾ നമ്മളത് സ്റ്റൗ ഓഫ് ചെയ്യുക, മല്ലിയില ഇടുക. നല്ല അടിപൊളി കറിയാണ്. പിന്നെ ചീരയുടെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. വിറ്റമിൻ എയുടെ കണ്ടൻറ്റാണ്, ബീറ്റ കരോട്ടിൻ ധാരാളമുണ്ട്. കണ്ണിന്, ചർമ്മത്തിന് പ്രതിരോധ ശക്തി, സൗന്ദര്യം വർദ്ധിക്കാനൊക്കെ വിറ്റമിൻ എ ധാരാളം നല്ലതാണ്. പിന്നെ പോരാത്തിന് സി ഉണ്ട്, കെ ഉണ്ട്. വിറ്റമിൻ കെ, സി എല്ലാം ഉണ്ട്. എല്ലുകളുടെ ബലത്തിന് നല്ലതാണ്. പിന്നെന്താ, വിറ്റമിൻ ഇ നമുക്കറിയാമല്ലോ, കോശങ്ങളുടെ സംരക്ഷണത്തിന് ആൻറ്റി ഓക്സിഡൻറ്റും കൂടിയാണ്. B9 ഉണ്ട്. കൂടാതെ ഇതിനൊന്നും കൂടാണ്ട് ഇരുമ്പ് സത്ത്, കാൽസ്യം, മഗ്നീഷ്യം, പൊട്ടാസ്യം, ഫൈബർ ഇതെല്ലാം നല്ലത്. ശോധന ഇല്ലാത്തവർക്ക്, പൈൽസ് രോഗികൾക്കൊക്കെ നല്ലതാണ്. കൂടാതെ പ്രമേഹ രോഗികൾക്ക് വളരെ നല്ലതാണ്. ആഴ്ചയിൽ 2 തവണയെങ്കിലും ചീരല കഴിക്കണം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ പുതിയ ഐറ്റംസ് ആയിട്ട് വരുന്നതാണ്. നല്ല ടേസ്റ്റി ഐറ്റമാണ്. അതുകൊണ്ട് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയ വീഡിയോസ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, ബൈ.